ഹായ് ഹായ് ഗൈസ്. ഇതാ ഗൈസ്. ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലെയാണ് ഞാൻ എത്തിയത്. ഇന്നത്തെ മോർണിംഗ് ആണ് ഞാൻ എടുക്കുന്നത്. ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് നമുക്ക് എനിക്ക് എന്തായാലും അച്ഛൻ്റെ അച്ഛമ്മേൻ്റെ അടുത്ത് പോകാനുണ്ട്, താഴെ തന്നെ. അപ്പം അങ്ങോട്ടേക്ക് പോകാനുണ്ട്. പിന്നെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ നടക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ എടുക്കാൻ നേരത്തെ എഴുന്നേറ്റു, എന്നിട്ട് വീണ്ടും പിന്നെ പക്ഷേ ബെഡൊന്നും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്താ ഫ്രഷായിട്ടൊന്ന് ചായയൊക്കെ കുടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ബാക്കി കാണിച്ചു തരാം കേട്ടോ. നമുക്ക് അടുക്കളയിലേക്ക് പോകാം. അച്ഛൻ പേപ്പർ വായിക്കുമായിരിക്കും. അച്ഛാ ഹായ് പറ. അമ്മമ്മ പാത്രം കഴുകും. ഞാൻ അമ്മമ്മ എന്നല്ല വിളിക്കല്, ഞാൻ അമ്മ എന്നാണ് വിളിക്കല്. എൻ്റെ അമ്മ ഭയങ്കര ഇൻട്രോവേർട്ടാണ്, ഇൻവെർട്ടറാണ്. അച്ഛൻ്റെ അനിയനാണ്. ഓൾ കഴിഞ്ഞ ആഴ്ചയാണ് വന്നത് ഗൾഫിൽ നിന്ന്. അപ്പോൾ വരുമ്പോൾ കൊണ്ടുവന്ന പാത്തുമ്മ ഇതിൽ ഉപ്പിട്ടിട്ട് വെക്കുന്നത്, നമ്മൾ ഉപ്പ് പിന്നെ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാം കൊണ്ടുവന്നെയാണ്. ഈ കുറച്ച് ചെടികളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരെന്തോ പണിയിട്ടുണ്ട് പുറത്ത്, കാറ് വാഷ് ചെയ്യുന്ന എന്തോ എടുക്കുന്ന വീഡിയോസും മറ്റതെല്ലാം ശരിയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന എൻ്റെ അമ്മമ്മ. ഹായ് പറ. ഹായ് 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 ഗൈസ്. ഇത് ആര് എവിടെ പോകാ? അങ്ങനെ ഞാനും അച്ഛനും അമ്മമ്മയും കൂടിയിട്ട് താഴെ അച്ഛൻ്റെ അച്ഛമ്മേൻ്റെ അടുത്ത് പോവാന്ന്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, കാറ് വാഷാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നുകൊണ്ട് നമുക്ക് കാറിൽ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഓട്ടോ പിടിച്ച് പോകുന്നത്. അത്രയേ ഉള്ളൂ, ഒരു 5-10 മിനിറ്റ് വണ്ടിയിൽ പോവുകയാണെങ്കിൽ ഒരു 5-6 മിനിറ്റിനുള്ളിൽ നമ്മൾ താഴെ എത്തും. അപ്പം ഇവിടെ എൻ്റെ അച്ഛൻ്റെ അച്ഛമ്മേൻ്റെയും വീടാണ്, എൻ്റെ അച്ഛൻ്റെ വീടാണിത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഞാനിപ്പം എന്താ പറയുക, ഇന്നലെ എത്തിയതല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ എത്തുമ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതാണ് നമ്മളെ തോട്. ഈ തോടിൻ്റെ തൊട്ട് മീത്തയിലെ വീടാണ് എൻ്റെ അച്ഛൻ്റെ ഒരു അനിയൻ്റെ വീട്. ഇതാണ് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീട്. അപ്പം നമ്മളിപ്പം നേരെ പുതൊക്കെ നമ്മളെ തോട്ടാണ്. അപ്പം നമ്മളിപ്പോൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ വീട്. എൻ്റെ തറവാട് വീട്, ഞങ്ങൾ കളിച്ച് വളർന്ന വീട്. അപ്പം ഇവിടെ എൻ്റെ അച്ഛനും അച്ഛമ്മക്കും 5 മക്കളാണ്. എൻ്റെ അച്ഛനാണ് ഏറ്റവും മൂത്തത്. പിന്നെ എൻ്റെ അച്ഛന് 3 അനിയനും 1 അനിയത്തിയുമാണുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛനും അച്ഛമ്മയും, പിന്നെ എൻ്റെ അമ്മമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഗൈസ്, ഞാനങ്ങനെ അച്ഛൻ്റെ അച്ഛമ്മേൻ്റെ അടുത്ത് എത്തി. ഞങ്ങൾ ഓട്ടോയിലാണ് വന്നത്. അപ്പം നമ്മളെ കിണർ കണ്ടോ, അല്ല നമ്മൾ ചായയെല്ലാം കുടിച്ചിട്ട് ഇറങ്ങിയാണ് അച്ഛൻ്റെ അച്ഛമ്മേൻ്റെ അടുത്ത്. പിന്നെ ഇവിടെ അളയപ്പനുണ്ട്. അളയപ്പൻ തോട്ടത്തിലാന്ന് തോന്നുന്നു, തോട്ടത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. പിന്നെ പിന്നെ എൻ്റെ ഒരു കസിൻ ഇന്ന് ചിലപ്പോൾ വീട്ടിലേക്ക് വരുന്നുണ്ട്. രാവിലെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പം അങ്ങനെയാണ് അച്ഛനും അച്ഛനും എല്ലാവരും ഉണ്ടാകത്ത്. നമുക്ക് നോക്കാം. എൻ്റെ അച്ഛമ്മ ഒരു ഗില്ലാടിയാണ് ഗൈസ്. ആര് വന്നാലും അച്ഛമ്മക്ക് ഇനി എത്ര കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അച്ഛമ്മ ഇപ്പോൾ ആര് വന്നാലും ഫുഡ് ആയിക്കൊണ്ടിരിക്കും. അച്ഛമ്മേൻ്റെ സ്വഭാവമാണ്. പിന്നെ നമ്മൾ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അച്ഛമ്മ ആ പരിപാടിയിലേക്കായിരിക്കും പോകാൻ നോക്കുക. എപ്പോൾ അങ്ങനെ തന്നെ. ഇപ്പോൾ നമ്മളെല്ലാം വന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ഫുഡ് ആക്കാണ്ട് തിരക്കിൽ അച്ഛമ്മക്ക് ടെൻഷൻ എന്താക്കും എന്ന്. നമ്മളെ കുറച്ച് പഴയ തറവാട് വീടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമ്മൾ ആ പഴയത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മളെ കരക്ക പണ്ട് നമുക്കിവിടെ പശുവെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ പശുവിൻ്റെ കരക്കാണിത്. ഇപ്പം നമ്മൾ എസ്തെറ്റിക് ഫോട്ടോസൊക്കെ എവിടെ നിന്ന് എടുക്കുന്നു. നമ്മുടെ പണ്ടത്തെ വീടാണത്. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്.
ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഹോളാണ്. ഇത് നമ്മുടെ പൂജാ റൂം. പിന്നെ ഇതൊരു റൂം. പണ്ട് ഇത് എല്ലാ റൂമിലും നിന്നിട്ടുണ്ട്. ഇപ്പം ഇത് വേറെ എന്തെങ്കിലും ആയിട്ട് യൂസ് ചെയ്യുന്നു. കുഞ്ഞു റൂം. പിന്നെ ഇത് മച്ച്. മച്ചാണിത്. പണ്ട് ഇവിടുന്ന് നമ്മൾ എല്ലാവരും പേടിപ്പിച്ചുകൊണ്ടല്ലോ ഉണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് തിന്നുന്നു. പിന്നെ ഇത് ഇങ്ങനെ തുറന്ന അപ്പുറം നമ്മളെ കളം കാണും. ഇത് തുറന്നിട്ടില്ല. പിന്നെ ഇവിടെ കാണിക്കാൻ മറന്നു. നമ്മൾ നേരെ പോയാൽ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടായിന്. ഈ ബെഡ്റൂമിൽ ഈ ബാത്റൂം ശരിക്കും ഇവിടെ നിന്ന് വന്നിട്ട് പുറത്തേക്കായിരുന്നു. പക്ഷേ ഇത് നമ്മളിപ്പോൾ അറ്റാച്ചായി കൂട്ടിയെടുത്തു. സോ ഇവിടെ ഒരു 2 ബാത്റൂം ഇവിടെ ഈ റൂമിൽ നിന്ന് പോകുന്നതായിട്ടുണ്ട്. പിന്നെ ഇത് അച്ഛൻ്റെയും അച്ഛമ്മേൻ്റെയും ബെഡ്റൂമാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ഡൈനിങ് ഹാൾ. ഇത് അടുക്കള. 2 അടുക്കള. ഓക്കെ. പിന്നെ കമ്മിങ് ടു നമ്മുടെ ഹാൾ. ഇവിടെ ഒരു റൂം കൂടിയുണ്ട്. ഇവിടെയും ഒരു റൂമുണ്ട്. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ സിറ്റ് ഔട്ട്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. വന്നിട്ട് നമ്മുടെ പുറം നമ്മളെ കളം. പുറത്ത് വെയിലാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. നേരത്തെ പറഞ്ഞ കരക്ക ഇതാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ശാന്തരമണീയമായ പച്ചപ്പും ഹരിതാപം. ഇതാണ് നമ്മളെ വീട്. മഴ മൊത്തം തോട്ടാണ് കേട്ടോ. പിന്നെ തോടുണ്ട്. അതിൻ്റെ വെള്ളം നമുക്ക് മിണ്ടാണ്ടിരുന്നാൽ കേൾക്കാൻ പറ്റും. ഇപ്പം കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ എനിക്കറിയില്ല വീഡിയോസിൽ അത് കേൾക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്ന്. പിന്നെ അവിടെ എല്ലാം വീടാണ്. നമ്മുടെ തെങ്ങും തൊട്ട് വീട് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ വീട്. ഈ കിണറിൽ നമുക്ക് കുറേ കഥകളുണ്ട്. ഇപ്പോൾ ഇതിൽ കാടും പൊടിയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഗസ്റ്റൊക്കെ വന്ന പണ്ട് ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് അവരെല്ലാം ചെരുപ്പെടുത്ത് കിണറ്റിലിടുന്ന ഒരു പ്രത്യേകതരം സ്വഭാവം ഉണ്ടായിരുന്നെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ചായിട്ടെല്ലാം ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെയാണ്. ഇപ്പം അച്ഛനും ഇളയപ്പനൊക്കെ താഴെ തോട്ടത്തിൽ പോയിട്ടുണ്ട്. അവർ വരുമ്പോൾ എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് പോകും. കാരണം ഇന്ന് എന്തൊക്കെയോ പരിപാടീസ് ഉണ്ട് എനിക്ക് പറയാം. വീട്ടിൽ ചിലപ്പം എൻ്റെ ഒരു കസിൻ വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഒരു കസിൻ ചിലപ്പോൾ വരും. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ അല്ലാതെ ചില്ലറ പരിപാടീസൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇളയപ്പൻ ഇപ്പോൾ വരും. ഇളയപ്പനെ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അമ്മമ്മേൻ്റെ മതം, അച്ഛമ്മേൻ്റെ മതം. ഇത് നെയ്പ്പത്തിലല്ലേ? അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അച്ഛമ്മ അവിടുന്ന് ഫുഡൊക്കെ ആക്കി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോളാണിത്, മാളുട്ടി നിഹാരിക. അപ്പോൾ ഇവൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ കസിൻ ഇപ്പോൾ വരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ആ കസിൻ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ വന്നത്. അവരാദ്യം തായ അച്ഛൻ്റെ അച്ഛമ്മേൻ്റെ അടുത്ത് പോയിട്ടാണ് ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ആളിതായെത്തി. ഇവള് എൻ്റെ കല്യാണത്തിന് വരൂല എന്നെല്ലാം പറഞ്ഞിട്ട് നേരത്തെ വന്ന് ഇതാക്കിയതാണ്. പക്ഷെ അവള് വരും അല്ലേ? ഞാൻ വരും. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്താ വരാത്തെ? കാലിൽ എന്തോ ഒരു സീനാണ്. നോക്കൂ, അട്ടം നോക്കി നടന്നാൽ ഇങ്ങനെ ഇരിക്കും എന്നാണ് അവള് പറഞ്ഞത്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കട്ടെ. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി പറയാം. അതെ, ചിക്കന് കറി. ഫുഡ് എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുവാന്ന്.
പിന്നെ എന്താ ഇതെന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ മോളാണ്, എൻ്റെ അച്ഛൻ്റെ കസിൻ്റെ മോളാണ് ഇതിട്ടാ ഇത്. ബൈ ബൈ. അങ്ങനെ അവർ പോകുമ്പോൾ ഏകദേശം വൈകുന്നേരമായി. പിന്നെ ശ്രീ വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ മാലോത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാന്ന്. ദിവൻ്റെ കൈക്കെന്താ? ദിവന് കൈ സിംഗപ്പൂരിൽ നിന്ന് വീണതാ. എല്ലാവരുമായി ഒന്ന് റൈഡ് പോകുമ്പോൾ. ഏത് റൈഡ്? സൈക്കിൾ റൈഡ്. സൈക്കിൾ പോലും ഓടിക്കാൻ അറിയില്ല. ഓ നീ ബാഗ്. അങ്ങനെ നമ്മളിപ്പോൾ മാലോത്ത് പോകാമെന്ന്. അവിടെ അടിപൊളിയായിട്ടുള്ള ഫുഡിൻ്റെ സ്പോട്ട് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റാണിപുരം പോകുമ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം വരുമ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ നമ്മളൊരു ചായയും കടിയൊക്കെ പറഞ്ഞതിന് ശേഷം നേരെ നമ്മൾ റാണിപുരം റോഡാണ് കേട്ടോ ഇത്. അങ്ങോട്ട് പോകാമെന്ന്. നോക്കും എന്ത് ഭംഗിയാണ് കാണാൻ. ഭയങ്കര മഞ്ഞും ആ മല സൈഡ് ആയതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു കാണാൻ. പിന്നെ തണുപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാമെന്ന്. നല്ല അടിപൊളി ഫുഡായിരുന്നു. കുറേ വെറൈറ്റീസൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ, സീ യു.